welcome back our YouTube channel. ഇന്ന് വന്നേക്കുന്നത് ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ സമൂസ. അതിനായിട്ട് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 സബോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എനിക്ക് കറിവേപ്പില കിട്ടിയില്ല, അതുകൊണ്ട് ഇട്ടില്ല. പിന്നെ പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ്. മുളക് പൊടി കുറച്ചും കുരുമുളക് പൊടി എല്ലാം നമ്മുടെ ആവശ്യത്തിൻ്റെ എരിവിൻ്റെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. മല്ലിപ്പൊടി കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് സമൂസയ്ക്കുള്ള ഫില്ലിങ്ങിനുള്ള ഐറ്റംസ് ആണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് എല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അതിലേക്ക് ഇടാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സബോള ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ. ഇനി നല്ലോണം നമുക്ക് ഈ സബോള വഴറ്റി എടുക്കാം. ഇപ്പം നമ്മുടെ സബോള നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം നമുക്കത് ചേർത്ത് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ചീരപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, എരിവൊക്കെ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഇനി ഇത് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചതുണ്ടല്ലോ, ക്രഷ് ചെയ്തത്, അത് അതിലേക്ക് ചേർക്കാം. അത് നല്ലോണം ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഈ രീതിക്ക് നമ്മൾ മസാലയൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു കിഴങ്ങ് വേവിച്ചതും കൂടെ ചേർത്ത് അതൊന്ന് നല്ലോണം ഉടച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് കിഴങ്ങ് ഇടണ്ട, ഒരെണ്ണം മാത്രം, ഒരു ചെറുത് മാത്രം ആഡ് ചെയ്താൽ മതി. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് അത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ മൈദ ഒന്ന് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഷീറ്റൊന്ന് നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ സമൂസ ഷീറ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് മിക്കവർക്കും ഇത് അറിയാമെന്ന് തോന്നുന്നു. സമൂസ ഷീറ്റ് വാങ്ങുമ്പോൾ തന്നെ അതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന്. ആ രീതിയിൽ തന്നെ നമുക്ക് മടക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡ് ഇങ്ങനെ മടക്കിയെടുത്ത് ഒരു മടക്കും കൂടെ മടക്കിയതിന് ശേഷം നമുക്കൊരു കുഴു പോലെ, നമ്മൾ കപ്പലണ്ടി ഒക്കെ പണ്ട് നമ്മൾ പേപ്പർ ഇങ്ങനെ ചുട്ടിയെടുക്കത്തില്ല, ആ രീതിയിൽ കിട്ടും ഒരു ഹോളായിട്ട്. അതിലേക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ചെടുക്കണം. നമ്മുടെ ഫില്ലിങ് നിറയ്ക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഈ സമൂസ ഷീറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇത് പൊളിഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഞാനത് ഒട്ടിച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് നമുക്ക് അതിലേക്ക് വെക്കാം. നല്ല രീതിയിൽ ഫില്ലിങ് നമുക്ക് നിറച്ചെടുക്കാം. ഒരുപാട് ഒട്ടിയ പരുവായിരിക്കരുത് നമ്മുടെ ഫില്ലിങ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കിഴങ്ങ് ചേർക്കാതെ ഒരെണ്ണം മാത്രം ചേർത്തത്. ഫുള്ളായിട്ട് നമുക്ക് നിറച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ആ ഒരു സമൂസ ഷീറ്റിൻ്റെ ഭാഗം കൂടെ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ
ഫുള്ളായിട്ട് നമുക്കൊന്ന് മടക്കി മൈദയുടെ മിക്സ് വെച്ച് ഒട്ടിച്ച് മടക്കിയെടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഇത് സത്യം പറഞ്ഞാൽ സിമ്പിളായിട്ട് മടക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സമൂസ ഷീറ്റ് വാങ്ങുമ്പോൾ തന്നെ ആ ഒരു പാക്കറ്റിൻ്റെ പുറത്തായിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, എങ്ങനെയാണ് ചുരുട്ടി മടക്കിയെടുക്കേണ്ടതെന്ന് അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരു വട്ടവും കൂടെ ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് അത് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ മൈദ മിക്സിൽ നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടി നല്ല രീതിയിൽ കിട്ടും. നമ്മൾ ഒരെണ്ണം കൂടെ ഞാനത് സെറ്റ് ചെയ്ത് വെക്കുവാണ്. നല്ല രീതിയിൽ ഒട്ടിയും കിട്ടും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ. കണ്ടോ, മാവ് സെപ്പറേറ്റ് കുഴച്ച് പരത്തി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ സമൂസ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇവിടെ സെറ്റ് ചെയ്തെടുക്കുവാണ്. കണ്ടോ, ഇതിൽ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഓരോ സമൂസയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സമൂസ ഓരോന്നായിട്ടിട്ട് ഇതിലൊരു 4 വരെ കിടക്കും. അതിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളിത് വെച്ചിട്ടെങ്ങും പോകേണ്ട കാര്യമില്ല. സമൂസ ഷീറ്റ് വെച്ച് ഉണ്ടാക്കുന്ന എല്ലാ പലഹാരങ്ങളും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. തിരിച്ചും മറിച്ചു വിട്ട് നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി കിട്ടും. ഒരു താമസവും ഇല്ല, കുക്കായി പെട്ടെന്ന് തന്നെ കിട്ടും. അങ്ങനെ നമ്മുടെ ഓരോ സമൂസയും നമ്മളിവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, അടിപൊളിയാണ്. ഞാനൊന്ന് എണ്ണ പോകാൻ വേണ്ടി നമ്മുടെ ടിഷ്യൂ വെച്ചൊന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും എണ്ണയെല്ലാം പോയി നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.